കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കുള്ള സ്ഥാനം സമാനതകളില്ലാത്തതാണ്. നിളയുടെ ഭാരതപ്പുഴ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരേ സമയം ആത്മീയതയുടെയും ആയോധനവീര്യത്തിന്റെയും ചരിത്രസാക്ഷിയാണ്. ഭാരതത്തിലെ തന്നെ ഏറ്റവും പഴയ ഉത്സവങ്ങളിലൊന്നായ മാമാങ്കം നടന്ന മണ്ണാണിത്. ഇന്ന് ആ പാരമ്പര്യം മാമാങ്കം കുംഭമേളയിലൂടെ പുനർജനിക്കുന്നു. ഭാരതപ്പുഴയും നവാമുകുന്ദ ക്ഷേത്രവും. തിരുനാവായയുടെ ചരിത്രം തുടങ്ങുന്നത് ഭാരതപ്പുഴയിൽ നിന്നാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് പുരാതനമായ നവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യം: 9 സിദ്ധന്മാർ ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൽ പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രശസ്തമായ ഇടമാണിത്. കർക്കിടക വാവിനും കുംഭമേളയ്ക്കും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ബലിതർപ്പണം നടത്തുന്നു. മാമാങ്കം ചരിത്രവും രാഷ്ട്രീയവും 12 വർഷത്തിലൊരിക്കൽ മകം നക്ഷത്രത്തിൽ നടന്നിരുന്ന മഹാമഹമാൺമാമാങ്കമായി മാറിയത്. തുടക്കം ചേരമാൻ പെരുമാൾമാരുടെ കാലത്താണ് ഇത് ആരംഭിച്ചത്. കേരളത്തിലെ എല്ലാ നാട്ടുരാജാക്കന്മാരും തങ്ങളുടെ സൈനിക ബലം തെളിയിക്കാനും സമാധാനപരമായ ചർച്ചകൾക്കും ഇവിടെ ഒത്തുകൂടിയിരുന്നു. രക്ഷാപുരുഷൻ മാമാങ്കത്തിന്റെ അധ്യക്ഷനാവുക എന്നത് വലിയ അംഗീകാരമായിരുന്നു. ആദ്യകാലത്ത് വള്ളുവനാട് രാജാവായ വള്ളുവ കോനാതിരിക്കായിരുന്നു ഈ അവകാശം. സാമൂതിരിയുടെ അധിനിവേശം. സാമൂതിരി ജാമോറിൻ ഓഫ് കാലിക്കറ്റ് തിരുനാവായ പിടിച്ചടക്കിയതോടെ വള്ളുവനാടിന് ഈ പദവി നഷ്ടമായി. ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിപ്പകയ്ക്ക് കാരണമായി. ചാവേറുകൾ, മരണത്തിന്റെ വ്യാപാരികൾ. മാമാങ്ക ചരിത്രത്തിലെ ഏറ്റവും ഭീകരവും എന്നാൽ വീരോചിതവുമായ ഭാഗം ചാവേറുകളാണ്. തങ്ങളുടെ അധികാരം തട്ടിയെടുത്ത സാമൂതിരിയെ കൊല്ലാൻ വള്ളുവനാട് രാജാവ് ഓരോ മാമാങ്കത്തിനും ചാവേറുകളെ അയച്ചു. സത്യപ്രതിജ്ഞ മടങ്ങിവരവില്ലാത്ത യാത്രയാണിതെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഓരോ ചാവേറും ഇറങ്ങിയിരുന്നത്. 10,000കണക്കിന് പടയാളികൾക്ക് നടുവിൽ നിൽക്കുന്ന സാമൂതിരിയെ വധിക്കാൻ 2-3 പേർ മാത്രമുള്ള ചാവേർ സംഘങ്ങൾ വാളും പരിചയുമായി പോരാടി. അവർക്ക് ഒടുവിൽ മരണം വരിക്കേണ്ടി വരുമായിരുന്നു. നിലപാട് തറ. സാമൂതിരി രാജാവ് മാമാങ്കം വീക്ഷിക്കാൻ നിന്നിരുന്ന തറ. ഇന്നും ഇത് സംരക്ഷിക്കപ്പെടുന്നു. മണിക്കിണർ. യുദ്ധത്തിൽ മരിച്ച ചാവേറുകളുടെ ശവശരീരങ്ങൾ നിക്ഷേപിച്ചിരുന്നത് ഈ കിണറ്റിലായിരുന്നു. ആനകളെക്കൊണ്ട് മൃതദേഹങ്ങൾ ചവിട്ടിത്താഴ്ത്തിയ കിണർ ഇന്നും ചരിത്രത്തിന്റെ കറുത്ത ഓർമ്മയായി അവശേഷിക്കുന്നു. മരുന്നിറക്കിക്കുളം. മുറിവുകൾ ഉണങ്ങാനുള്ള ഔഷധങ്ങൾ ചേർത്ത കുളം. അറബികൾ, പേർഷ്യക്കാർ, ചൈനക്കാർ എന്നിവർ കപ്പൽ മാർഗം ഇവിടെ എത്തിയിരുന്നു. കേരളത്തിലെ കുരുമുളക്, ഇഞ്ചിയേലം എന്നിവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റി അയച്ചു. കൂടിയാട്ടം, കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾ മാമാങ്കത്തിന്റെ സാംസ്കാരിക ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. കുംഭമേള പഴയ മാമാങ്കത്തിന്റെ പുതിയ രൂപം. 1755 അവസാനത്തെ മാമാങ്കം നടന്നത്. കുംഭമേളകളുടെ മാതൃകയിൽ ദക്ഷിണ ഭാരതത്തിലെ സന്യാസിമാരും ആത്മീയ ആചാര്യന്മാരും ഇവിടെ ഒത്തുകൂടുന്നു. ഭാരതപ്പുഴയുടെ പുനർജീവനം, പാരമ്പര്യ കലകളുടെ സംരക്ഷണം, ചരിത്രത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തൽ എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുനാവായ മണപ്പുറത്തെ ഓരോ മണൽത്തരിക്കും ഓരോ കഥ പറയാനുണ്ട്. ഒരു കാലത്ത് ചോര വീണ ഈ മണ്ണിൽ ഇന്ന് സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും മന്ത്രങ്ങൾ മുഴങ്ങുന്നു.